Hi friends, ഈ വർഷത്തെ ഓണം എത്താറായി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 ദിവസം മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 21 കണ്ടാണ് ഇപ്രാവശ്യത്തെ തിരുവോണം. അപ്പോൾ ഈ തിരുവോണത്തിന് നമ്മുടെ മുറ്റത്തുനിന്നോ അല്ലെങ്കിൽ ടെറസിൻ്റെ മേളിൽ നിന്നോ കുറച്ച് പച്ചക്കറിയെങ്കിലും എടുത്ത് സദ്യ ഒരുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ പേരെങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, തൈകളൊക്കെ വെച്ചിട്ടുണ്ടാവാം. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ചെടികളൊക്കെ വെച്ച് കൃഷി തുടങ്ങാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും തൈ വെച്ച് തുടങ്ങണം. എന്നാലേ 60 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഹാർവസ്റ്റ് കിട്ടി തുടങ്ങത്തെങ്കിലും ഉള്ളൂ. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയിൽ എല്ലാ കൃഷി ഓഫീസുകളിലും വിത്തുകളൊക്കെ ഉണ്ട്, തൈകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോഴേ തന്നെ കൃഷി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴെങ്കിലും വെച്ച് നേരവണ്ണം പരിപാലിച്ച് കഴിഞ്ഞാൽ ഓണം ആകുമ്പോഴേക്കും ഹാർവസ്റ്റ് കിട്ടി തുടങ്ങാൻ ചാൻസ് ഉള്ള 5 പച്ചക്കറി തൈകളെ പറ്റി ഞാൻ ഇന്ന് പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പിൽ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ജൂൺ 3-ാമത്തെ ആഴ്ചയായി. ഇപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 മാസമേ ഉള്ളൂ ഓണത്തിന്. ഇപ്പോൾ നമുക്ക് വയ്ക്കാൻ പറ്റിയ കുറച്ച് തൈകളുണ്ട്. മെയിനായിട്ട് തൈകളെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച് തൈയാക്കി എടുക്കുമ്പോഴേക്കും ഒരു 15 ദിവസം എടുക്കും. പക്ഷേ നിങ്ങളിപ്പോൾ തന്നെ തൈകളാണ് വാങ്ങിച്ച് കിടന്നെങ്കിൽ ആ 15 ദിവസം നമുക്ക് ലാഭിക്കാൻ പറ്റും. അടുത്തുള്ള നഴ്സറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിക്കാൻ പറ്റിയ അത്രത്തോളം നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വിത്തുകളിട്ട് നമുക്ക് മുളപ്പിക്കാം. ഞാനിപ്പോൾ വിത്തുകളാണ് ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് ഹാർവസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പയർ നോക്കാം, വള്ളിപ്പയർ. അപ്പോൾ പയർ നമ്മളിപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓണം സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഹാർവസ്റ്റൊക്കെ കിട്ടി തുടങ്ങും. പെട്ടെന്ന് കഴിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ പയറായാലും മതി. നേരവണ്ണം കുറച്ച് നല്ല ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഏകദേശം ഓണം സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഹാർവസ്റ്റ് എടുത്ത് തുടങ്ങാം. നല്ലൊരു പയർ തോരനും ഉണ്ടാക്കാം. പയറിൻ്റെ തൈകൾ അവൈലബിൾ ആണെങ്കിൽ അതും വാങ്ങിച്ച് നടാം. സാധാരണ നഴ്സറികളിൽ മുളകും വഴുതനയൊക്കെയാണ് തൈകൾ കണ്ടിട്ടുള്ളത്. പയറിൻ്റെ തൈകൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് പയറിൻ്റെ വിത്ത് വാങ്ങിച്ച് നട്ടുള്ളൂ. തൈ കിട്ടുകയാണെങ്കിൽ അതാണ് പ്രിഫറൻസ്. അപ്പോൾ ഓണത്തിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി പയറാണ്. രണ്ടാമത് വെണ്ടയും ഇതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു സസ്യമാണ്. വെണ്ട നട്ട് പൂട്ട് തുടങ്ങാനായിട്ട് ഏകദേശം 45 ദിവസം മതി. അപ്പോൾ ഇപ്പോൾ വെണ്ട വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക് എടുത്ത് സാമ്പാർ വയ്ക്കാൻ പറ്റും. അപ്പോൾ വെണ്ടയുടെ തൈകൾ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച് നമുക്ക് തൈയാക്കിയിട്ട് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മണ്ണിൽ ഗ്രോ ബാഗിലോ ഒക്കെ വിട്ട് നന്നായിട്ട് ജൈവവളമൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതെന്തായാലും കായകൾ വരും. അപ്പോൾ വെണ്ടയാണ് രണ്ടാമത്തെ സസ്യം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വെണ്ട ഇനങ്ങളിൽ നമ്മുടെ ആനക്കൊമ്പൻ, പിന്നെ നാടൻ വെറൈറ്റി, പിന്നെ നമ്മുടെ ചുവന്ന വെണ്ട, ഇതൊക്കെ അധികം പെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യുന്നൊരു വെറൈറ്റി ആയിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. മൂന്നാമതായിട്ട് നമുക്ക് വെള്ളരി വർഗ്ഗം നോക്കാൻ പറ്റും. വെള്ളരി ഇപ്പോൾ സാമ്പാർ വെള്ളരിയാണെങ്കിൽ അത് തറയിൽ നട്ട് പടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ കായകൾ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന പോലെ സലാഡ് വെള്ളരി വയ്ക്കാം. അപ്പോൾ വെള്ളരിയൊക്കെ പോയിട്ട് തുടങ്ങാനായിട്ട് ഏകദേശം 55 ദിവസം മതി. നേരത്തെ നമ്മൾ പയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളരിയുടെ തൈകൾ അധികം നഴ്സറിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വിത്ത് വാങ്ങിച്ചിട്ട് വളർത്തേണ്ടി വരും. നന്നായിട്ടൊന്ന് വളർത്തി നോക്കാൻ ചിലപ്പം കായകൾ കിട്ടും. തൈകൾ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിച്ച് നടന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഷോർട്ട് ടേം ക്രോപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് മുളക്. ഇപ്പോൾ തൊണ്ടമുളകാകാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളകാകാം. ഈ മുളകൊക്കെ ഏകദേശം 75 ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് അത് കായ്ച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്ത് വാങ്ങിച്ച് നടാൻ നിൽക്കേണ്ട. നഴ്സറിയിൽ നിന്ന് കുറച്ച് വളർന്ന് അത് ഏകദേശം 1 മാസമൊക്കെ ആയ തൈകൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് മുളക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ജൈവവളമൊക്കെ ചേർത്ത് മുളക് നടാം. അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സിലെ ചില്ലീസ് വയ്ക്കാം. ഞാനിവിടെ നോക്കിയിട്ടുണ്ട്. ചില്ലിക്ക് വേണ്ടി സ്പെഷ്യൽ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും മുളക് കായ്ക്കും. മുളക് വയ്ക്കുമ്പോഴും ഇതുപോലെ മുഞ്ഞയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള കീടനിയന്ത്രണമൊക്കെ ആൾറെഡി നേരത്തെ ചെയ്ത് പോയി കഴിഞ്ഞാൽ മുളക് ഫെയിലിയർ ആവത്തില്ല, നന്നായിട്ട് തന്നെ കായ്ക്കുകയും ചെയ്യും. മുളകിനെ പോലെ തന്നെ മുളകിൻ്റെ ഫാമിലിയിൽ വരുന്ന വേറൊരു ചെടിയാണ് ടൊമാറ്റോയും ഇതുപോലെ തന്നെ ഏകദേശം 75 ദിവസമൊക്കെ വേണ്ടി വരുന്നൊരു സസ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടൊമാറ്റോയുടെ തൈയും റെഡിമെയ്ഡായിട്ട് നമുക്ക് നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കുറച്ച് വലിപ്പമൊക്കെ എത്തിയ തൈകൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ചിലപ്പോൾ കായകളൊക്കെ കിട്ടി തുടങ്ങും. അറ്റ്ലീസ്റ്റ് പച്ച തക്കാളിയെങ്കിലും കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓണത്തിന് ഒരുവിധമുള്ള സദ്യക്കൂട്ടങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെടികളല്ലാതെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചീര, പാലക്ക് പോലുള്ളതാണ്. പക്ഷേ ഓണത്തിന് ചീരയും പാലക്കൊന്നും അധികം ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഓണത്തിന് പച്ചക്കറിയായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചീരയും പാലക്കൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് അധികം പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെയാണ് ഒന്ന് പുറത്ത് പോയി കുറച്ച് വിത്തുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. തൈകൾ വാങ്ങിക്കാനാണ് പോയത്. പക്ഷേ പോയെടുത്ത് തൈകൾ അവൈലബിൾ അല്ലായിരുന്നു. സോ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോയി ആ വിത്തിനെയൊക്കെ ഒന്ന് നടാനായിട്ട് പോവുകയാണ്. അതൊക്കെ വന്ന് ഹൈഡ്രോപോണിക്സിലാണ് വയ്ക്കാൻ പോകുന്നത്. ഹൈഡ്രോപോണിക്സിലാകുമ്പോഴേക്കും സാധാരണ പച്ചക്കറികളും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വളരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ട്രിക്സും കൂടുതൽ കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.